അടുത്തതായി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആധാരം എഴുത്തുകാരൻ ഓൺലൈനായി ആധാരം തയ്യാറാക്കി ഓഫീസിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാ ആധാരം എഴുത്തുകാർക്കും സ്വന്തമായി ഒരു യൂസർ ഐ ഡി ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. ഇനി ആധാരം പ്രസൻറ്റ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് അയാൾ ലോഗിൻ ചെയ്യുക. അതായത് ഈ വലത്തെ അറ്റത്തായിട്ട് കാണുന്ന ഈ താക്കോൽ ചിഹ്നം, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു വിൻഡോ തുറന്നു വരുന്നു. ഇവിടെ നമ്മുടെ ലോഗിൻ നെയിം നേരത്തെ നമ്മളൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ, അത് അടിച്ചു കൊടുക്കുന്നു. സേവിയർ പാസ്വേഡ്, ക്യാപ്ച കോഡ്, എവിടെയോ തെറ്റി. സേവിയർ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ തുറന്നു വന്നു. അടുത്തതായി നമ്മൾ ഒരു ആധാരം പ്രസൻറ്റ് ചെയ്യുന്നതിന് ആദ്യം ഒരു ടോക്കൺ എടുക്കുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. അപ്പോൾ അവൈലബിൾ ടോക്കൺ എന്നുള്ള ഈ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് സബ് ലിങ്കിൽ തുറന്നു വരുന്നു. അതിൽ അവൈലബിൾ ടോക്കൺ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫീൽഡ് പൂരിപ്പിക്കണം. നമ്മൾ ഇന്ന ജില്ലയിലെ ഇന്ന സബ് രജിസ്ട്രാർ ഓഫീസിലെ ഇന്ന ജില്ല, ഇന്ന താലൂക്ക്, ഇന്ന സബ് രജിസ്ട്രാർ ഓഫീസ് എന്നാണ് നമ്മൾ ആധാരം പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു 120 ദിവസം വരെ ഉള്ള ദിവസങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്നാണ് നമ്മുടെ സൗകര്യം പോലെ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ 30-ആം തീയതി സെലക്ട് ചെയ്തു. 30/12/2015. ഈ താഴെയുള്ള വ്യൂ ടോക്കൺ, അന്ന് ഏതൊക്കെ ടോക്കൺ അവൈലബിൾ ആണ് എന്നറിയാൻ ഈ വ്യൂ ടോക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 30-ആം തീയതിയാണ് സെലക്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ തലേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം ഉൾപ്പെടെയുള്ള 3 കോളങ്ങൾ കാണാം. ഇതിൽ ഇത്രയും ഈ ബുക്ക്ഡ് എന്നുള്ളതല്ലാത്ത ബാക്കിയുള്ള എല്ലാം അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ 30-ആം തീയതി 11:51 പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇത് തിരഞ്ഞെടുക്കുക. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊരു കക്ഷി വന്നില്ല, അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ 11:51 നമുക്ക് ഉച്ചകഴിഞ്ഞ് നടത്താനും പറ്റുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ചതിന് ശേഷം റീഷെഡ്യൂൾ ടോക്കൺ, ടോക്കണിൻ്റെ സമയം റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വന്നിരിക്കുന്ന വിൻഡോയിൽ ട്രാൻസാക്ഷൻ ടൈപ്പ്, ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു ഇനമാണ്. കാരണം ഇതിനെ ആശ്രയിച്ചാണ് അത് ഏത് ബുക്കിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് എങ്ങനെ, സ്റ്റാമ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ ട്രാൻസാക്ഷൻ ടൈപ്പാണ്. അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഗിഫ്റ്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടിയാണ് അറിയാതെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് book 4 ആയി. അങ്ങനെ ഒരിക്കൽ ഇതേപോലെ ബുക്ക് മാറിയുള്ള ടോക്കണുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വീണ്ടും എല്ലാം ടോക്കൺ ക്യാൻസൽ ചെയ്ത് ആദ്യം മുതൽ വീണ്ടും അടിച്ചു ചേർക്കേണ്ടി വരും. അപ്പോൾ അതിനാൽ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ട എല്ലാം ഇവിടെ താഴേക്ക് ഈ റൈറ്റ് സൈഡിൽ ഇതിൽ വലിക്കുമ്പോൾ കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ ഒരു ഗിഫ്റ്റാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കാതെ ഗിഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാകും. ഗിഫ്റ്റിന് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടി, ഇൻ ഫേവർ ഓഫ് ഗവൺമെൻറ്, റിലീജിയസ് പർപ്പസ്, ചാരിറ്റബിൾ പർപ്പസ്, ഇൻ ഫേവർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇത് നമ്മൾ സെലക്ട് ചെയ്താൽ ഒരുപക്ഷെ ഇത് 5%, 6% സ്റ്റാമ്പ് വരും. നമ്മൾ 1000 രൂപയുടെ സ്റ്റാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നതാണ് ആധാരം. അതിന് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഗിഫ്റ്റ് ഇൻ ഫേവർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്.
അവിടെ തന്നെ ഒന്നാം പുസ്തകവും 4-ാം പുസ്തകം ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. ഗിഫ്റ്റ് ഇൻ ഫേവർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, അത് ഓക്കെ ആക്കി ഓക്കെ അത് നമ്മൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ താഴേക്ക് വിശദമായ വിവരങ്ങൾ, പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് അടിച്ചു ചേർക്കാനുള്ള തോന്നുന്നു. നമ്മൾ മലയാളത്തിലാണ് ആധാരം തയ്യാറാക്കേണ്ടതെങ്കിൽ മലയാളത്തിൽ വേണം വിവരങ്ങൾ അടിച്ചു കൊടുക്കാൻ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുക. ദേശം, ബ്ലോക്ക്, ഇപ്പോൾ ബ്ലോക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റീസർവേ നമ്മൾ നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. അറിയാതെ ബ്ലോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സബ് രജിസ്ട്രാർ ഓഫീസ് അല്ലെങ്കിൽ വില്ലേജ് ഒന്നുകൂടെ മാറ്റി കൊടുത്തിട്ട് വീണ്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രശ്നം വരും. ഈ ഫീൽഡിലായിരിക്കത്തില്ല, മറ്റെവിടെയെങ്കിലും. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. പ്രസൻറ്റർ, അത് ആരാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? എക്സിക്യൂട്ടൻ്റ് ആണോ, ക്ലെയിമൻ്റ് ആണോ, പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആണോ, ഗാർഡിയൻ ഓഫ് മൈൻ ആണോ, തുടങ്ങിയ ഉള്ള വിവരങ്ങൾ അടിച്ചു കൊടുക്കണം. നമ്മളിവിടെ എക്സിക്യൂട്ടൻ്റ് സെലക്ട് ചെയ്യുന്നു. പ്രസൻറ്റിംഗ് ഡേറ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത നേറ്റിവിറ്റി, കേരളൈറ്റ് ഓർ നോൺ കേരളൈറ്റ്. അതിൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു ബോംബെയിലുള്ള ഒരാളാണ് വരുന്നത്, അപ്പോൾ അയാളുടെ ഇവിടെ ഈ റെഡ് ചിഹ്നമുള്ള ഫീൽഡെല്ലാം നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അയാളുടെ താലൂക്ക്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പക്ഷേ അറിയാൻ ബുദ്ധിമുട്ടുണ്ടായേക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നോൺ കേരളൈറ്റ് വരുമ്പോൾ നോൺ കേരളൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിറ്റി മാത്രം അടിച്ചു കൊടുത്താൽ മതിയാവും. അയാളുടെ വില്ലേജ്, താലൂക്ക്, അതേപോലെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പിന്നെ അടിച്ചു കൊടുക്കണ്ട. കേരളൈറ്റ് ആണെങ്കിൽ കേരളൈറ്റ് കൊടുക്കുക. നെയിം ഓഫ് ദ പ്രസൻറ്റർ, മലയാളം ആണെങ്കിൽ മലയാളത്തിൽ തന്നെ അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സുകുമാരൻ്റെ ആരാണ് റിലേറ്റീവ് എന്നുള്ളതാണ്. ഫാദർ ഇവിടെ ഉണ്ട്. എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇഷ്യൂയിങ് അതോറിറ്റി, ഇമെയിൽ ID കമ്പൽസറി അല്ല. അടുത്തതായി ഡോക്യുമെൻറ്റിൻ്റെ എമൗണ്ട്, ആകെ അതിപ്പോൾ കെട്ടിടവും പ്രോപ്പർട്ടിയും ഉണ്ടെങ്കിൽ ആകെ വില 1,00,000 രൂപ. പ്രസൻറ്റേഷൻ ടൈപ്പിൽ നമ്മൾ വരുന്നത് സാധാരണ രീതിയിലുള്ള ജനറൽ ആണോ, അല്ലെങ്കിൽ കോടതി ഉത്തരവ് പ്രകാരമുള്ളതാണോ, റീ രജിസ്ട്രേഷൻ ആണോ, DRൻ്റെ ഓർഡർ പ്രകാരമോ, അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴിയോ ഉള്ളതാണോ എന്നുള്ളതൊരു ഓപ്ഷൻ. അതിലേതാണ് നമുക്ക് വേണ്ടത്? ജനറൽ തിരഞ്ഞെടുക്കുക. നമ്പർ ഓഫ് ഫയലിംഗ് ഷീറ്റ്, എത്ര ഫയലിംഗ് ഷീറ്റുകളുണ്ട്. സോ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും കേസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് തിരുത്താവുന്നതാണ്. നമ്മൾ സാധാരണ ഇതിൽ 4 തിരഞ്ഞെടുത്തു. ഒറിജിനൽ ഡിസ്ട്രിക്റ്റ്, ഒറിജിനൽ താലൂക്ക്, ഒറിജിനൽ SRO, വില്ലേജ്, ലോക്കൽ ബോഡി, ലൈസൻസ് നമ്പർ ഓഫ് ഡോക്യുമെന്റ് റൈറ്റർ. നമ്മൾ നമ്മുടെ ലോഗിൻ ID യിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈസൻസ് നമ്പർ നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി സ്റ്റാമ്പ് ഡേറ്റ്, അതിലൊരു ഏതെങ്കിലും ഒരു സ്റ്റാമ്പിൻ്റെ എല്ലാ സ്റ്റാമ്പും
ഒരേ ഡേറ്റ് ആയിരിക്കണമെന്നാണ് നമ്മുടെ സ്റ്റാമ്പിൻ്റെ ഡേറ്റ്. ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. ട്രാൻസ്ഫർ ഓഫ് റവന്യൂ രജിസ്ട്രി ആപ്ലിക്കേഷൻ. നമ്മൾ പോക്കുവരവിനുള്ള രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്താൽ ഇവിടെ ഒരു ഫീൽഡ് തുറന്നു വരും, എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുള്ളത് അതിൽ അടിച്ചു കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അൺവാലിഡ് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ള ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അടുത്ത വെദർ ഓതൻറ്റിക്കേഷൻ റിക്വയർഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ. ഇത് സബ് രജിസ്ട്രാർ പ്രതിഫലം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രം ആണ് ഈ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കൺസിഡറേഷൻ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അതിന് പ്രത്യേകം ഫീസ് വരും. സാധാരണ നമ്മളോട് ചെയ്യാറില്ല. നോ. അത് പ്ലേസ് പ്രസൻറ്റഡ് അതർ ദാൻ SRO. അത് വാസസ്ഥലമോ അങ്ങനെയുള്ള ആധാരങ്ങളിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലേസ് പ്രസൻറ്റഡ് ഏതാണെന്ന് ഇവിടെ തിരഞ്ഞെടുക്കുക. പിന്നെ റിമാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അടിച്ചു ചേർക്കുകയാണെങ്കിൽ അത് അടിക്കുക. ഇത്രയും കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെസ്സേജ് കാണിക്കും, പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് സ്റ്റോർഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടോക്കൺ ഇവിടെ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ PR ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഇപ്പോൾ തന്നെ അടിച്ചു ചേർക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നീട് സൗകര്യം പോലെ നമുക്ക് വിവരങ്ങൾ അടിച്ചു ചേർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ടോക്കൺ പിടിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേരിലുള്ള ടോക്കൺ. നമ്മുടെ ഈ മൈ ടോക്കൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒരു സബ്മിഷൻ പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കും. അവിടെ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സൗകര്യം പോലെ ആധാരത്തിൻ്റെ വിവരങ്ങൾ അടിച്ചു ചേർക്കാം. ആദ്യം ഈ പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമതാണ് കയറുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അടുത്തതായി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ PR ഡീറ്റെയിൽസ് അടിച്ച് ചേർക്കാനുള്ള ഓപ്ഷൻ വരുന്നു. അവിടെ PR രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ആദ്യം ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക. ഡിസ്ട്രിക്ട് തിരുവനന്തപുരം, സബ് രജിസ്ട്രാർ ഓഫീസ് ചാല, ഇയർ മുന്നാധാരത്തിൻ്റെ വർഷം 2014, ബുക്ക് നമ്പർ 1, ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ 250, വാല്യം 1500, പേജ് ഫ്രം, റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ അതിനുശേഷം സേവ് ചെയ്യുക. ഓരോ സ്ക്രീനിലും നമ്മളിതുവരെ സേവ് ചെയ്തിട്ട് വേണം സ്കിപ്പ് നെക്സ്റ്റ് അടിച്ച് പോകാൻ. അത് മെസ്സേജ് ആണെങ്കിൽ PR ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം സ്കിപ്പ് നെക്സ്റ്റ് എന്നുള്ള ഈ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത എക്സിക്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി വരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ PR ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഓഫീസിലെ PR ആണെങ്കിൽ 2014 ഇത്ര നമ്പർ ആധാരം എത്രയാണെന്നുള്ളത് ഈ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അപ്പോൾ ആ PR വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ഉള്ള വിവരങ്ങൾ ഇവിടെ വരും. അതായത് ചാല ഓഫീസിലെ 2014 നമ്മൾ കൊടുത്ത നമ്പർ ആധാരം മുഹമ്മദ് സലീമിൻ്റെ പേർക്കുള്ളതാണ്. അപ്പോൾ അതിലെ ക്ലെയിമൻ്റ് ആയിരുന്ന നമ്മൾ കൊടുത്ത PR-ലെ ക്ലെയിമൻ്റ് ഇവിടെ എക്സിക്യൂട്ടൻ്റായി വരും. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാൻ കുറേ ഫീൽഡുകൾ എളുപ്പത്തിൽ അങ്ങനെ കിട്ടി. ഇനി ഒരു പക്ഷേ അന്നത്തെ ക്ലെയിമൻ്റ് മരിച്ചു പോയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കളോ ഭാര്യയൊക്കെ ആയിരിക്കും ആധാരം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല ഈ ഇതിലെ വിവരങ്ങളെല്ലാം ഇരിക്കണമെന്നില്ല. മുന്നാധാരത്തിലെ വിവരങ്ങളുടെ ID, അവരുടെ ID, അതേപോലുള്ള ഫീൽഡുകളെല്ലാം അടിച്ചു കൊടുത്താൽ മാത്രമേ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ മുന്നാധാരത്തിലെ ക്ലെയിമൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അതിവിടെ എക്സിക്യൂട്ടറിൻ്റെ ഫീൽഡിൽ വന്ന് നിൽക്കുന്നതാണ്. ഇവിടെ പൂരിപ്പിക്കാത്ത വിവരങ്ങളൊക്കെ നമ്മൾ ചേർക്കണം.
പെർമനന്റ് അഡ്രസ്സ്, ഇതൊക്കെ മുന്നാധാരത്തിൽ നിലവിൽ അടിച്ച് ചേർത്തിട്ടില്ല, ഓഫീസിൽ ഇങ്ങനെ അടിച്ച് ചേർത്തിട്ടില്ലാത്ത വിവരങ്ങളാണ്. അതെല്ലാം നമ്മളിവിടെ അടിച്ച് ചേർക്കേണ്ടി വരും. പ്രസന്റ് അഡ്രസ്സ്, ഈ പ്രസന്റ് അഡ്രസ്സ് ഈ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണെങ്കിൽ നമ്മൾ ഈ സെയിം ആസ് എബോ എന്നുള്ള ഈ കോളത്തിൽ ടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് വരും, നമ്മളവിടെ അടിച്ച് കൊടുക്കാതെ കഴിയാം. പിന്നെ അതർ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, കോഡ് ഉൾപ്പെടെ. തണ്ടപ്പേർ നമ്പർ, സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ സബ് ഡിവിഷൻ, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി, തിരിച്ചറിയൽ കാർഡ് നമ്പർ, ഐ ഡി, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി. പിന്നീട് നമ്മൾ കാണുന്നത് പവർ ഓഫ് അറ്റോർണി എന്നുള്ള ഒരു ഫീൽഡ് വരുന്നു. അതായത് പവർ ഓഫ് മുക്തിയാർ പ്രകാരമാണ് ഈ ആധാരം എഴുതുന്നതെങ്കിൽ മുക്തിയാർ ദാതാവിൻ്റെ വിവരങ്ങളാണ് ഈ മുകളിൽ അടിക്കേണ്ടത്. മുക്തിയാർ ഏജന്റിന്റെ വിവരങ്ങൾ താഴെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ വരുന്ന ഫീൽഡിൽ വേണം ഇപ്പോൾ ഈ ആധാരം എക്സിക്യൂട്ട് ചെയ്യുന്ന മുക്തിയാർ ഏജന്റിന്റെ വിവരങ്ങൾ കൊടുക്കേണ്ടത്. ഇത് ഒറിജിനലി വസ്തുവിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ മുക്തിയാർ ദാതാവിന്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. മുക്തിയാർ ഏജന്റിന്റെ വിവരങ്ങൾ താഴെ കൊടുക്കുക. ID type, ID number, issue date, expiry date, issuing authority. ഇനി അടുത്ത ഈ മുക്തിയാർ SROയിൽ ചെയ്തതാണോ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നാണോ അല്ലെങ്കിൽ നോട്ടറിയിൽ നിന്നാണോ എന്നുള്ള വിവരങ്ങൾ ഇവിടെ ആ റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് അപ്ഡേറ്റ് ചെയ്യുക. എൻ്റർ എ വാലിഡ് മന്ത് ഇൻ പവർ ഓഫ് അറ്റോർണി ഇഷ്യൂ ഡേറ്റ്. ഇവിടെ വന്നിട്ടില്ല. പന്ത്രണ്ട് 10/2012. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കണം. സർട്ടിഫിക്കറ്റ് ഫ്രം SRO. അപ്പോൾ അങ്ങനെ SROയിലാണെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ നമ്പർ, ഇയർ, സബ് രജിസ്റ്റർ ഓഫീസിൻ്റെ പേര്, വാല്യം, പേജ്, അപ്ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം സ്കിപ്പ് നെക്സ്റ്റ് എന്നുള്ള ഫീൽഡ് കൊടുക്കുക.
അടുത്തതായി ക്ലെയിമൻ്റ് ഡീറ്റെയിൽസ് എൻട്രി. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. താങ്ക് യു.